ഈ ഒരാഴ്ച കാലഘട്ടത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും നമ്മുടെ എല്ലാ ജീവിതത്തിലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കാരണവും അറിയിച്ചുകൊണ്ട് നമ്മളെല്ലാവർക്കും ഭക്തിയോടും വിശുദ്ധിയോടും കൂടി ഏൽപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Yeah.
നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. രക്ഷയുടെ ഉറവിടമായ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നെന്നും. അനവധ്യൻ നവനാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഹല്ലേലൂയ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോട് നിൽക്കുന്ന സഭയെ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് രാജ്യത്തെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥായിലൂടെ നിലവിളിച്ചു പുകഴ്ത്തുന്നു. മധ്യവും നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമായവരുടെ ആത്മാവിൽ ഉത്തമരക്ഷകനേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ, പരിപാലന ബലവാനേ, പരിപാലന അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും വർദ്ധനമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമടയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന് 7-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശ്രയം. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കിടമുണ്ടായിരിക്കട്ടെ.
ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്. ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്, നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട്. ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതരുമാണ്. ഞങ്ങൾ മക്കെദോനിയയിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്കൊരു വിശ്രമവും ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടുവരുന്നു. പുറമേ മത്സരം, അകമേ ഭയം. എന്നാൽ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി. സാന്നിധ്യത്താൽ മാത്രമല്ല, നിങ്ങളെ പ്രതി അവനുണ്ടായിരുന്ന സംതൃപ്തി മൂലവും. നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീക്ഷ്ണതയെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു. എന്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്ക് അതിൽ സങ്കടമില്ല. വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു. എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. നിങ്ങളുടെ ദുഃഖം ദൈവഹിത പ്രകാരമായതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാന്തനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബേ, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവർ നൃത്തം കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരൻ അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവര് പറഞ്ഞു, ഇവൻ തന്നെയല്ലേ ഇവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവരെ പോലെ ഇരിക്കുന്നുവെന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്ന പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്നവർ മറുപടി പറഞ്ഞു. അവർ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനെ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനെ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു. നിന്നോട് സംസാരിക്കാൻ തന്നെയാണ് അവൻ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. നമ്മുടെ
ഈശ്വരത്തെ സ്നേഹം സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയകൂട്ടുകാർ, കൈത്തക്കാലം 3-ാം ഞായറാഴ്ചയിൽ നാം പ്രവേശിക്കുമ്പോൾ ജന്മനാന്തനായ മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്ന വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കറിയാം, നമ്മുടെ കൈത്തക്കാർക്ക് പ്രത്യേകമായിട്ട് ശിഷ്യന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഫലം ചൂടി നിൽക്കുന്ന സഭയെ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്രകാരം ഇന്ന് ഈശോ ഈ സുവിശേഷത്തിലൂടെ സഭയാകുന്ന ഓരോരുത്തരും ഈശോ പറയുകയാണ്, ഈശോ അതിന് കാഴ്ച കൊടുത്തതുപോലെ നമ്മൾ എല്ലാവരും ഈ ലോകത്ത് മറ്റുള്ളവർക്ക് കാഴ്ച കൊടുക്കുവാനും മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറുവാനും പ്രത്യേകമായ രീതിയിൽ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു വലിയ ചിന്ത ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോവുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ ഈശോ നമ്മെ നോക്കി പറയുന്നു, ഈ വെളിച്ചമായ ഈശോയെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർക്ക് കാഴ്ചയായി കടന്നു ചെല്ലുവാനും വെളിച്ചമായിട്ട് മാറുവാനും നാം ഓരോരുത്തരും വളരെ പ്രത്യേകമായ രീതിയിൽ നമ്മൾ വിളിക്കപ്പെടുന്നുണ്ട്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തില് നമ്മൾ ഇപ്രകാരം നമ്മൾ വായിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ അതിങ്ങനെയാണ്, ഈശോ ഇങ്ങനെ അങ്ങനെ സുഖപ്പെടുത്തുമ്പോൾ ഈശോ അന്തന് സാപത്തിന് സൗഖ്യം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്, ഈശോ സാപത്തിന് കാഴ്ച കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ കുറ്റം പറയുന്ന, ഈശോയെ കുറ്റം വിധിക്കുന്ന കുറെ ഭൂത പ്രമാണിമാരെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല, ഈ സൗഖ്യം നേടിയ അന്തനെ അവർ സിനഗോഗിൽ നിന്ന് പുറത്താക്കുന്നുമുണ്ട്. ഇപ്രകാരം ഈ ലോകത്തിന് ഈശോ അന്ധകാരത്തിൽ കഴിയുന്ന ഈ ലോകത്തിന് ഈശോ കാഴ്ച കൊടുക്കാനായിട്ട് കടന്നു വരുമ്പോ, ഈശോ വെളിച്ചമായിട്ട് കടന്നു വരുമ്പോ ഈശോയ്ക്ക് നേരെ ശത്രുക്കളുടെ എണ്ണവും ഈശോയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങളും കൂടെ കടന്നു വരുന്നുണ്ട്. കാഴ്ചയായിട്ട് കടന്നു വന്ന ഈശോ കല്ലേറ് വാങ്ങി ഈശോ ഈശോ മുന്നോട്ട് പോകുന്നു അപ്പോൾ കരുതാൻ സാധിക്കും. ഇപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് യാതൊരു കാലഘട്ടത്തില് 2000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് കാഴ്ച കൊടുക്കാനായി മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾക്ക് നേരെ തീർച്ചയായിട്ടും കല്ലേറുകൾ ഉണ്ടാകുമെന്ന് ഇത് സുവിശേഷത്തിൽ ഈശോടെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ അവസാനത്തിൽ നമ്മൾ പരിശോധിക്കാൻ നമുക്കറിയാം, ഏകദേശം 10 വർഷത്തിനുള്ളിൽ 10,000-ഓളം ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഭാരതത്തിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഛത്തീസ്ഗഡിലും ഒഡീഷയിലും ഒക്കെ വൈദികർക്ക് നേരെയും സന്യസ്തർക്ക് നേരെയും ഉണ്ടായ ആക്രമണങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചു. നമ്മൾ ഈ ദിവസം നമ്മൾ വായിക്കാനിടയായി സിസ്റ്റർ ആണിമരിയെ കുറിച്ച് നമുക്കറിയാം. ഇപ്രകാരം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ വെളിച്ചമായിട്ട് മാറുവാൻ, മറ്റുള്ളവർക്ക് കാഴ്ചയായിട്ട് കടന്നു ചെല്ലുവാൻ എപ്രകാരം ക്രൈസ്തവർ കടന്നു ചെല്ലുന്നുണ്ടോ, സന്യസ്തർ കടന്നു ചെല്ലുന്നുണ്ടോ, വൈദികർ കടന്നു ചെല്ലുന്നുണ്ടോ, അൽമായർ കടന്നു ചെല്ലുന്നുണ്ടോ, അവരുടെ നേരെ എല്ലാം വലിയ വിവിധങ്ങളായ കല്ലേറുകളും വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് തിന്മയുടെ ശക്തികളും അവർക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെയും നമ്മുടെ ആരോഗ്യശുശ്രൂഷകളോട് ഏർപ്പെടുന്ന മേഖലകളിലും എല്ലാം തന്നെ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ വലിയ വെല്ലുവിളികൾ മറ്റും കടന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഈശോ നമ്മോട് ചോദിക്കുകയാണ്, ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈശോ നമ്മോട് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് കാഴ്ച കൊടുക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഈശോ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ കാഴ്ചയുമായി കൊടുക്കാൻ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഈശോ നേരത്തെ ഈശോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗെത്സമനിൽ നമ്മൾ നോക്കുമ്പോൾ ഈശോ ശിഷ്യരോട് പറയുന്നുണ്ട്, 3 പേരെ ഈശോ തന്റെ പീഡാസഹനത്തിന്റെ വേളയിൽ ഈശോ ഒരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ശിഷ്യരോട് ഈശോ പറയുന്നു, എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന്. ഇപ്രകാരം നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മയായി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഈശോ നമ്മെ നോക്കി പറയുകയാണ്, ഈശോയുടെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈശോയുടെ കൂടെ ഇപ്രകാരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട ശിഷ്യന്മാർ ഉറങ്ങുമ്പോൾ ഈശോയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികള് ഉണർന്നിരുന്ന് പ്രവർത്തിക്കുകയായിരുന്നു. റോമൻ പടയാളികളും പട്ടാളക്കാരും യുവദാസും എല്ലാം തന്നെ ഈശോ ഒറ്റപ്പെടുത്തണമെന്ന് യുവദാസും എല്ലാവരും തന്നെ നിദ്ര കഴിഞ്ഞ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്ന വേളയിലാണ് ഈശോയുടെ ശിഷ്യന്മാര് നിദ്രയിൽ ആണ്ടുപോയത്. അങ്ങനെ ഈശോയുടെ ശിഷ്യന്മാർ ഉറങ്ങിക്കിടന്നിരുന്ന സമയത്താണ് ഒരു പക്ഷെ ചിന്തിക്കാം, ഈശോ പാപികളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം, സഭയ്ക്ക് നേരെ, നമ്മുടെ വിശ്വാസത്തിന്റെ നേരെ, നമ്മുടെ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എല്ലാവരും ഒന്ന് ചേർന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടവരാണെന്നുള്ള വലിയൊരു ചിന്ത ഇന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സഭയിൽ വേദനകൾ മറ്റുണ്ടാകുമ്പോൾ, സന്യസ്തർ ആക്രമിക്കപ്പെടുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ നമ്മെ ബാധിക്കാത്ത കാര്യങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ച് കടന്നു പോകുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഒരു അവയവം വേദനിക്കുമ്പോൾ അത് ശരീരം മുഴുവനെ വേദനിക്കുന്നത് പോലെ സഭയാകുന്ന നമ്മുടെ ശരീരത്തിലെ ഒരംഗത്തിന് ഏൽക്കുന്ന ആക്രമണങ്ങളും സഹനങ്ങളും എല്ലാം തന്നെ സഭ മുഴുവനായ നാം ഓരോരുത്തർക്കും ഏൽക്കുന്നതാണ് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ സഭയ്ക്ക് വേണ്ടിയും
നമ്മുടെ സഭയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും നാം ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പറയുന്നതുപോലെ ഈ ലോകത്തിന് മറ്റുള്ളവർക്ക് കാഴ്ച കൊടുക്കാൻ നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോൾ, ഈ കാഴ്ച കൊടുക്കാൻ നമ്മുടെ കർമ്മജലമോ നമ്മുടെ ജീവിതത്തിലെ വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഈശോ പറയുന്നതുപോലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും നമ്മുടെ പ്രേക്ഷകങ്ങളെ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഈശോയുടെ പ്രമാണങ്ങൾ നമ്മൾ മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഈശോയോട് ചേർന്നിരുന്നുകൊണ്ട് കാൽവരിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഗെത്സമനയില് തന്റെ ചോര ചെന്ന് ഈശോ പ്രാർത്ഥിച്ചതുപോലെ ഈശോ ശിഷ്യന്മാരോട് തന്നെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ പറയുന്നത് പോലെ നമ്മോട് വിളിച്ചു നോക്കി ഈശോ നമ്മോട് പറയുന്നു ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കപ്പെടുന്നു. നമുക്ക് ഈശോയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന് മറ്റുള്ളവർക്ക് നമ്മുടെ സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും നമ്മുടെ ക്ഷമിക്കലിലൂടെയും പൊറുക്കലിലൂടെയും നമ്മുടെ ത്യാഗത്തിലൂടെയും എല്ലാം കാഴ്ചയായിട്ട് മാറുവാൻ, മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുവാൻ നമ്മൾ പ്രത്യേകമായ രീതിയിൽ വിളിക്കപ്പെടുമ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിലുണ്ടാകുന്ന സഹനങ്ങളുടെ വേദന നിമിഷങ്ങളിൽ നമുക്ക് സഭ മുഴുവന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തു വിശ്വാസത്തിന് വേണ്ടി ഈ ലോകത്തിലെ പീഡകൾ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് ദിവ്യബലിയിൽ അവർക്ക് വേണ്ടി ശക്തി കൊടുക്കുന്നതിന് വേണ്ടിയും ഈശോയുടെ ക്ഷീണം പ്രയത്നിക്കുന്നതിന് വേണ്ടി ഈശോയെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി വലിയ കൃപയോടെ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനു വേണ്ടി വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്നെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാക്കുവാനുമുള്ള സന്മനസ് ദൈവജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്ത്രീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരായി പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവവിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പീറ്റർ മെത്രാനെയും മാർ ജേക്കബ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിതവേല ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്ത് നിന്നെ മഹത്വപ്പെടുത്താൻ പ്രേക്ഷിത ഞങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ ദൈവം. ആമേൻ. കർത്താവിന്റെ മാലാഖമാരെ അവിടുത്തെ വാഴ്ത്തുവിൻ. ഏകവും അതുപോലെ ത്രിത്വവുമായിടും മൂന്നാളുകളെയും മാലാഖമാർ മോദമോടെ ആരാധിച്ചു നമിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാറിയത്തിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ ഓർമ്മയോടുകൂടി വിജയം വരിച്ച നീതിമാന്മാരുടെയും മരണം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം സഹായമായും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉദ്ധാരം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും പരിതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ദൈവമായി തരപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിൽ ഞങ്ങളിലേക്ക് വരികയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരിയെ ശക്തിയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ രക്ഷകനെ വരുവാൻ അന്വേഷിച്ചവനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന അവിടുന്ന് സത്യപ്രദമായി ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നന്ദിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിക്കൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അതിരുകളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും വർദ്ധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് കളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു പാടിയിടും. ഇരപരമഖിലം അഖിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശ്വര സദനം. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരുമാകുലരുമായി ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചതോടെ ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ ദുർബലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ
പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർഗ്ഗയോഗ്യനാമൻ പാപായിക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പീറ്റർ മെത്രാൻ, മാർ ജേക്കബ് മെത്രാനും പുരോഹിതന്മാർ, വിശംശാനമാർ, സമർപ്പിതരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായിരിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചതും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും വൈഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരെ കുർബാനയോട് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും
മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് വന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ യാതനകളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയവും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും
അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിനിടയാകാതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരാനന്ദവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. പിതാവേ പുത്രൻ പരിശുദ്ധനാകുന്നു. എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. വിശുദ്ധ മാതാവായി നമ്മുടെ മുമ്പിൽ ബലിയർപ്പിക്കപ്പെട്ട ജീവനുള്ള ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ മുമ്പിൽ നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. വിശേഷ ശരീരങ്ങൾ സ്വീകരിച്ച് അവിടത്തേക്ക് ഹല്ലേലൂയ പാടാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. നമ്മെ വിശദീകരിക്കാൻ സ്വന്തം ശരീരങ്ങൾ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സഹോദരനെ വരുവിൻ, മാലാഖമാർ പോലും ഭയഭക്തിയോടെ വീക്ഷിക്കുന്ന ഈ രഹസ്യം നമുക്ക് വിശ്വാസപൂർവ്വം സ്വീകരിക്കാം. പാവനേ
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അറിയത്തുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച സ്തോത്ര കാഴ്ച തിരുവണ്ണാരി 14,321 രൂപ, പ്രസാദമാത 5,422 രൂപ. ഈ ആഴ്ച ആരാധന കുടുംബങ്ങൾ തിങ്കളാഴ്ച പ്രിൻസ് മാതിരപ്പള്ളി, ചൊവ്വ ബൈജു കാനാക്കുണ്ട്, ബുധനാഴ്ച ഏകദിന ബൈബിൾ കൺവെൻഷനാണ്. ഉച്ചയ്ക്ക് 12 മണി കാര്യം ഓർമ്മിപ്പിക്കുന്നു. വ്യാഴാഴ്ച റീതായി ജോർജ്, ശനിയാഴ്ച മണ്ണാനി ബാബു എന്നീ ഭവനങ്ങളായിരിക്കും. ഇന്നത്തെ കുടുംബ സമ്മേളനങ്ങൾ 6 മണിക്ക് പലപ്പോഴും സെൻറ്റ് പോൾ യോഗത്തിൻ്റെ എൽസൺ കാലാത്തിൽ ഭവനത്തിന്, 6:30 നെറ്റക്കടവ് സെൻറ്റ് തോമസ് യോഗത്തിൻ്റെ പൈലിക്കടിയാവിളിക്കുന്ന ഭവനത്തിൽ വെച്ച് ഇന്ന് കുടുംബ സമ്മേളനം നടത്തപ്പെടുന്നു. അടുത്ത ഞായറാഴ്ച കുടുംബ സമ്മേളനങ്ങൾ 5 മണിക്ക് തെകര നിത്യസഹായമാത യോഗത്തിൻ്റെ സജി കുടിക്കലിൻ്റെ ഭവനത്തിൽ വെച്ചും, 6 മണിക്ക് സെൻറ്റ് അൽഫോൺസ് കോടതിപ്പടി യൂണിറ്റിലെ ഷാജി കുറ്റനാമിൻ്റെ ഭവനത്തിലും, 6:30 പെരുമ്പഴാരി സെൻറ്റ് ഡോമിനിക് യൂണിറ്റിലെ തുണ്ടി തോമസിന്റെ ഭവനത്തിൽ വെച്ച് അടുത്ത ഞായറാഴ്ചയും കുടുംബ സമ്മേളനം നടത്തപ്പെടുന്നു. നമുക്കറിയാവുന്ന അടുത്ത ഞായറാഴ്ച ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനമാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗ്ഗാരോഹണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. കടമ ദിവസമായതിനാൽ എല്ലാവരും തന്നെ അതിൻ്റെ ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് പങ്കെടുക്കുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. പെരുമ്പഴാരി പള്ളിയിൽ രാവിലെ 6:30 കുർബാനത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ദിവ്യബലിക്ക് ശേഷം പതാകോയത്തിലുണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് KCYM-ന്റെ കൂടെ എന്നൊരു പ്രോഗ്രാം നമ്മുടെ ഫൊറോന പള്ളി വെച്ച് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഫൊറോന യുവജന സംഘമായതുകൊണ്ട് നമ്മുടെ ഇടവകയുടെ എല്ലാ യുവജനങ്ങളും നിർബന്ധമായും ഈ സംഗമത്തിൽ പ്രത്യേകമായിട്ട് പങ്കെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള നമ്മുടെ 8 നോമ്പിൻ്റെ ഭാഗമായുള്ള പ്രസിഡന്റുമാരുടെ പേരുകൾ എത്രയും പെട്ടെന്ന് തന്നെ നൽകേണ്ടതാണ്. വാർഡ് ഭാരവാഹികളും എടുത്തുകൊണ്ട് അവരുടെ പേരുകൾ ശേഖരിക്കാൻ പരിശ്രമിക്കുക. അപ്പോൾ തന്നെ 8 നോമ്പിന് നേർച്ച സ്പോൺസർ ചെയ്യാനുള്ള താല്പര്യം അറിയുന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുക. വരുന്ന വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മാതൃവേദിയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നമുക്കെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈശോയുടെ ആശീർവാദം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ഞങ്ങളെ പരിപോഷിപ്പിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കാനും സ്വർഗവാസികളോട് ചേർന്ന് അങ്ങയെ പുകഴ്ത്താനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോമിശിഹായും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുതുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും
വഴി ദൈവിക ജീവനിൽ നമ്മെ പങ്കുകാരാക്കുകയും വചനത്താലും പരിശുദ്ധ രക്തങ്ങളാലും നമ്മെ പരിപോഷിപ്പിക്കുകയും ചെയ്ത കർത്താവിന്റെ രക്ഷകരമായ വിശുദ്ധ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അനുദിന ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവിടുന്ന് നിങ്ങളെ ശക്തരാക്കട്ടെ. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായ ജീവിതം നയിച്ച് സഭയിൽ ഫലം പുറപ്പെടുവിക്കുവാൻ അവിടുന്ന് നിങ്ങളെ വിധിക്കട്ടെ. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുചേർന്ന് നിങ്ങളെ അവിടുന്ന് നിത്യസൗഭാഗ്യത്തിന് യോഗ്യരാകട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായവർക്ക് യാതൊരു അബദ്ധമില്ലാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭിനന്ദനങ്ങളെ അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിഷ്ട കടകളെ മലിനമാകാതെ സൂക്ഷിക്കണമേ. അങ്ങേ നയങ്ങളുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ മഹനീയമുദ്ര ധരിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ